സുകുമാരക്കുറുപ്പിനെ ഇന്നലെയും കണ്ടു. അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയോടടുത്ത് ഒരു വലിയ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമയാണ്. എന്ന് മാത്രമല്ല സമൂഹത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തി, ആർക്കും സഹായം ചെയ്യുന്നതിന് ഒരു മടിയില്ലാത്ത വ്യക്തി. രാഷ്ട്രീയക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലാണ്, ജഡ്ജിമാരും ഒക്കെ. അദ്ദേഹം എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഇവരെല്ലാം വിളിക്കും, ഇവരെല്ലാം കോട്ടും സൂട്ടും ഇട്ട് വന്ന് അർമാദിക്കുന്നത് കാണാറുമുണ്ട്. അപ്പം ഒന്ന് രണ്ട് തവണ എനിക്കും ആ ഭാഗ്യം കിട്ടി. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ പേര് മാറിയിരിക്കുന്നു. പക്ഷേ എന്നോ ഒരിക്കൽ, ഒരു 10-30 വർഷം മുമ്പാണ് എന്നോ ഒരിക്കൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം എന്നോ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരു മലയാളം വാക്ക് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ മലയാളം മനസ്സിലായത്, മലയാളം അറിയാവുന്നത്? അത് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നെ സംസാരിച്ച് ഓരോരോ ക്ലൂ കിട്ടി. അങ്ങനെ ഇദ്ദേഹം നമ്മുടെ കക്ഷി തന്നെയാണെന്ന് ഞാനങ്ങ് ആ നിഗമനത്തിൽ എത്തി, ഉറപ്പിൽ. അത് അദ്ദേഹത്തിനും മനസ്സിലായി. എന്നാലും അദ്ദേഹം പറഞ്ഞു, ചതിച്ചേക്കരുത്. പിന്നെ ഭാര്യ നല്ലൊരു അമേരിക്കക്കാരിയാണ്, മക്കളാണെങ്കിൽ വളരെ നല്ല മക്കൾ, 2-3 മക്കൾ. അപ്പോൾ അവരെല്ലാം പഠിക്കുകയും അങ്ങനെയൊക്കെ ഉള്ളതാണ്. ചതിച്ചേക്കരുത് എന്നുള്ള രീതിയിൽ അദ്ദേഹം 1-2 തവണ ദയനീയമായി നോക്കുകയും ചെയ്തു. ഓക്കെ, ഞാനായിട്ട് ഇനിയൊന്നും പറയാനോ പിടിക്കാനോ പോകുന്നില്ല. എന്ന് മാത്രമല്ല, അമേരിക്കയിലാണ് ഇത് തെളിയിക്കാനായിട്ട് എൻ്റെ കയ്യിൽ എന്ത് തെളിവാണ്, എന്ത് രേഖയാണുള്ളത്? ഇന്ത്യയിലായിരുന്നെങ്കിൽ വെച്ച് കാച്ചാമായിരുന്നു. ഇതാ ഞാൻ സുകുമാരക്കുറുപ്പിനെ പിടിച്ചിരിക്കുന്നു, എനിക്ക് അടുത്ത പുലിറ്റ്സർ പ്രൈസ് തരണമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ വെച്ച് കാച്ചാമായിരുന്നു. പക്ഷേ അമേരിക്കയിൽ അതിന് രേഖയും കാര്യങ്ങളുമൊക്കെ വേണം. ഒരാളെ നമ്മൾ അക്യൂസ് ചെയ്യുമ്പോൾ അയാളാണെന്നുള്ളതിന് ഉറപ്പ് വരുത്തണം, അല്ലാതെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? എന്തായാലും അദ്ദേഹം ഇപ്പം ഈ നാട്ടിലെ കോലാഹലങ്ങളൊക്കെ കണ്ട് അദ്ദേഹം ഇപ്പോൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് വീണ്ടും അവിടം വരെ ഒന്ന് പോയി അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സുകുമാരക്കുറുപ്പ് ഇത്ര വലിയ മഹാപാപിയാണോ? ഇത്തിരി കാശുണ്ടാക്കാൻ വേണ്ടി, കാശിനോടുള്ള ആർത്തി കൊണ്ട്, കാശിന് നിവൃത്തിയില്ലാതെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഒരാളെ കൊന്ന് താനാണ് ചത്തതെന്ന് വരുത്തി തീർത്ത് ഇൻഷുറൻസ് തുക മേടിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ശിക്ഷ കിട്ടുകയായിരുന്നെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 8-10 വർഷം അകത്ത് കിടന്നിട്ട് പണ്ടേ ഇറങ്ങിപ്പോരേണ്ടതാണ്. എന്നിട്ട് സുഖമായിട്ട് ജീവിക്കേണ്ട ആളാണ് ഇങ്ങനെ ലോകം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ആകപ്പാടെ ഇങ്ങനെ മനഃപൂർവ്വം കൊന്നതിന് ഒരു വധശിക്ഷ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ജ്യൂസ് ചലഞ്ചിൽ ആ പെങ്കൊച്ചിനെ അവിടെ തിരുവനന്തപുരം ജില്ലയിൽ അവിടെ ആ ജഡ്ജി വിധിച്ചത്, വധശിക്ഷയ്ക്ക് വിധിച്ചത്. വേറെ എല്ലാത്തിനും 5-8 വർഷം അല്ലെ 5 വർഷം ആ രീതിയിലാണ് ശിക്ഷ വിധിക്കുന്നത്. അവർ ആ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിപ്പോരുകയും സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സുകുമാരക്കുറുപ്പ് മാത്രം ഇങ്ങനെ ലോകം മുഴുവൻ അലയാനായിട്ടുള്ള വിധിയായിരുന്നു. അശ്വത്ഥാമാവിൻ്റെ മാതിരിയുള്ള ആ ശാപം കിട്ടിയതുപോലെ ഈ 3000 വർഷം ഇഴജന്തുവായിട്ട് കഴിയണമെന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ പ്രവാസ ജീവിതമൊക്കെ ആയിട്ട്. എന്നാലും കുഴപ്പമില്ല, അദ്ദേഹം നല്ല നിലയിൽ ജീവിക്കുന്നു. ഇത്രയാണ് എൻ്റെ റിപ്പോർട്ട്. അപ്പോൾ ഇത് നിങ്ങൾ വിശ്വസിച്ചോ? വിശ്വസിക്കാവുന്നതാണ്. കാരണം ഇപ്പം നാട്ടിലെ ഈ 24 ചാനലൊക്കെ വെച്ച് നോക്കുമ്പോൾ പാരമ്പര്യമുള്ളൊരു പത്രമാണ് ഈ മലയാളി. 10-30 വർഷമായി തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വലിയ സംഭവം അല്ലെങ്കിലും നമ്മളും വിശ്വാസ്യതയുള്ളൊരു പത്രമാണ്. പക്ഷേ ഈ പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ അത് ഉറപ്പാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ സുകുമാരക്കുറുപ്പാണെന്ന് പറഞ്ഞാൽ അത് സുകുമാരക്കുറുപ്പ് തന്നെ ആയിരിക്കണം, ഇല്ലെങ്കിൽ പറയാൻ പോകരുത്. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, വേറൊരാളുടെ പടമൊക്കെ എടുത്ത് വെച്ച് ഇയാൾ സുകുമാരക്കുറുപ്പാണെന്ന് പറഞ്ഞ് കൊടുത്തായിരുന്ന സ്ഥിതി എന്താവും? ഇവിടെയൊക്കെ ആണെങ്കിൽ അതൊക്കെ എന്തോ ഒരു വലിയ പ്രശ്നങ്ങളാവും. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു അപ്പോളജിയോ ഒരു ക്ഷമയോ ഒക്കെ കൊണ്ട് പലപ്പോഴും കാര്യം നടക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും പൈസ കൊടുത്ത് ഒത്തുതീർക്കാൻ പറ്റും. ഇവിടെയൊക്കെ അത് വലിയ പ്രശ്നമായി മാറും. ഏതാനും വർഷം മുമ്പ് ഈ ബോസ്റ്റൺ മാരത്തോൺ നടക്കുമ്പം വെടിവയ്പ്പ് ഉണ്ടായി, ഭീകരാക്രമണം ഉണ്ടായി. അപ്പോൾ അതിൽ ആ ഒരു പടമെടുത്തിട്ട് അതിൽ ഏതോ ഒരാൾ നിൽക്കുന്നു, അത് ഭീകരാക്രമണം നടക്കുന്നു, അത് ഇറാൻകാരോ ആ ഭാഗത്തുനിന്ന് വന്നവരാണ് നടത്തുന്നത്. അപ്പോൾ അതിൽ ഈ ന്യൂയോർക്ക് പോസ്റ്റിൽ ഒരു പടമെടുത്തിട്ട് ആ പടത്തിൽ ഒരാളെ മാത്രം വട്ടം ഇട്ട് കാണിച്ചിട്ട് ഇയാളാണ് ആ ആക്രമണം നടത്തിയതെന്ന് ഉറപ്പായിട്ടങ്ങ് കൊടുത്തിരിക്കുകയാണ്. കവർ സ്റ്റോറിയായിരുന്നു. പക്ഷേ അയാളല്ലായിരുന്നു, വേറെ ആളുകളായിരുന്നു പിന്നീട് പിടിക്കുമ്പോൾ. അപ്പോഴെങ്ങനെ ആ കേസ് ഒത്തുതീർന്നെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ല തുക കൊടുത്ത് ഒത്തുതീർത്ത് കാണും. അല്ലാതെ ഈ അമേരിക്കയാണ്, രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ പത്രങ്ങൾക്കാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ. അപ്പോൾ നമ്മുടെ ഈ പത്രപ്രവർത്തനത്തിൽ ഈ ഡബിൾ ചെക്കിങ്, ട്രിപ്പിൾ ചെക്കിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്.
അതായത് വെൻ ഇൻ ഡൗട്ട് കട്ട് ഇറ്റ് ഔട്ട് എന്നുള്ളതാണ് പത്രപ്രവർത്തനത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം തന്നെ. സംശയം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തേക്കുക, അത് കൊടുക്കരുത്. അപ്പോൾ ഇക്കാര്യത്തിൽ 100% ഉറപ്പില്ലെങ്കിൽ അത് കൊടുക്കരുത്. അപ്പം 100% ഉറപ്പോടെ കൊടുത്തുവെങ്കിൽ അതൊരു വലിയ തെറ്റായിപ്പോയി. പിന്നെ ഇയാളാണ് അയാളെന്ന് പറഞ്ഞ് കൊടുത്താൽ ഒരാൾക്കുണ്ടാകാവുന്ന മാനഹാനിയും ആ കുടുംബത്തിനുണ്ടാവുന്ന മാനഹാനിയും പ്രശ്നങ്ങളും ഒക്കെ എത്രയധികമാണ്. അപ്പോൾ ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു പത്രപ്രവർത്തനം പോലെ തോന്നിപ്പോകുന്നു. എന്തായാലും അത് വളരെ ഖേദകരമായി പോയി. നമ്മുടെ അമേരിക്കയിലെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങേര് ബ്രൂണയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. ബ്രൂണയൊക്കെ എന്താണ് ഈ ചെറുകിട രാജ്യം, അവിടെയൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയും ഒരു അമേരിക്കൻ വിസ സംഘടിപ്പിച്ച് തീർച്ചയായിട്ടും സുകുമാരക്കുറുപ്പ് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്, എവിടെയെങ്കിലും കഴിയുന്നുമുണ്ട്. ഇപ്പം ഞാൻ കണ്ട ആൾ സുകുമാരക്കുറുപ്പ് അല്ല എന്ന് ഇപ്പം ഞാനങ്ങ് പറഞ്ഞേക്കുകയാണ്. അദ്ദേഹം വേറെ ആരോ ആണ്. ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിനും എനിക്കും പ്രശ്നമൊന്നും ഉണ്ടാവേണ്ടതില്ല. അപ്പം നമ്മുടെ നാട്ടിൽ ഈ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയുന്നത് വാർത്തയാവുന്ന ഒരവസ്ഥ. ഈ പത്രങ്ങളല്ലേ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരം ഉണ്ടെന്ന് കരുതി സത്യമല്ലാത്ത കാര്യങ്ങൾ വാർത്തയായിട്ട് വരുന്നത് ഖേദകരമാണ്. അത് മറ്റുള്ളവരെ പ്രത്യേകിച്ച് ദോഷമായി ബാധിക്കുമ്പോൾ ഇതിപ്പം പരിഹരിക്കാവുന്നതാണ്. ഇതുകൊണ്ട് വലിയ മാനഹാനി മാത്രമേ വരുന്നുള്ളൂ, മറ്റു ദോഷങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്തായാലും ഏറ്റവും നേരത്തെ ആ തെറ്റ് തിരുത്തുകയും ആ തെറ്റ് ചെയ്തതിന് മാപ്പ് ചോദിക്കുകയും അർഹമായ നഷ്ടപരിഹാരം ഒക്കെയാണ് ചെയ്യേണ്ടത്. ചാനലും അതിനെ ഏറ്റുപിടിച്ചവരും. അപ്പോൾ നാട്ടിലെ ഒരു മാധ്യമ സംസ്കാരത്തെ ചൂണ്ടിക്കാട്ടാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്തായാലും ഈ സുകുമാരക്കുറുപ്പിനെ തേടി ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. ബോംബെയിൽ മനോരമയുടെ ലേഖകനായിരുന്നപ്പോൾ അന്ന് പൂനെയിൽ ഏതോ ആശുപത്രിയിൽ ഇങ്ങനെ ചെന്നിട്ട് ചികിത്സയ്ക്ക് ചെന്നിട്ടുണ്ടെന്നും പറഞ്ഞ് കോട്ടയത്ത് നിന്ന് വിളിച്ചറിയിച്ചു. അപ്പോൾ ഞാൻ പൂനെയിൽ ഓടിപ്പാഞ്ഞ് അവിടെ എത്തി. അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നുമില്ല. പിന്നെ അവിടുത്തെ 2-3 ഡോക്ടർമാരോടും നഴ്സുമാരോടും ഒക്കെ എനിക്കറിയാവുന്ന മറാഠിയിൽ സംസാരിച്ചു, മറാഠിയിലും ഇംഗ്ലീഷിലും സംസാരിച്ചു. അവിടെയൊന്നും ആരുമില്ല, അങ്ങനെയൊരു സംഭവമില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം എന്ന് മാത്രമല്ല, അന്ന് തന്നെ ഇങ്ങനെ ചത്തുപോയി എന്നുള്ളൊരു നിലപാടായിരുന്നു, നിഗമനമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏതർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പം അങ്ങനെ ജീവനൊടുക്കിയതാകാം, അല്ലെങ്കിൽ അസുഖം വന്ന് മരിച്ചതാകാം, എങ്ങനെയാകാം, ഒന്നും നമുക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും ഒരു വയോധികനായിട്ട് അങ്ങനെ 47 ജനിച്ചതാണ്. 47 ജനിച്ച അപ്പം ഒരു 80 വയസ്സ്, 47, 79 വയസ്സായി. അപ്പം അതെ, പ്രായമുള്ള ആളാണ്. അപ്പം തീർച്ചയായിട്ടും എന്ന് കരുതി ഒരു കിളവനൊന്നും ആകേണ്ടതില്ല. അമേരിക്കയിലൊക്കെ 79-80 വയസ്സുള്ളവർ, ഈ പ്രസിഡന്റ് ട്രംപ് 80-ാം വയസ്സിൽ വളരെ ചുറുചുറുക്കോട് നടക്കുന്നു, യുവാക്കളെക്കാൾ ചെറുപ്പമായിട്ട് നടക്കുന്നു. നമ്മുടെ നാട്ടിൽ അച്യുതാനന്ദൻ 90 വയസ്സായപ്പോഴും മുഖ്യമന്ത്രിയായിരുന്നു. അപ്പം അതാണ് സ്ഥിതി. അപ്പോൾ എന്തായാലും ഇദ്ദേഹവും ജീവിച്ചിരിക്കട്ടെ. ചത്തുപോയിട്ട് ഇനിയിപ്പോൾ ആർക്കും ഒരു ഗുണമില്ല. ഇനി വേണമെങ്കിൽ അദ്ദേഹത്തിന് പുറത്തു വരാം. പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കുറ്റം അങ്ങ് ക്ഷമിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ട സുകുമാരക്കുറുപ്പെ, തിരിച്ചു വരൂ. ഞങ്ങളുടെ ഈ പ്രശ്നമൊന്ന്, ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെയും ഈ സന്ദേഹം ഒന്ന് തീർത്തു കൊടുക്കുക. നിങ്ങളുടെ കുറ്റങ്ങളെല്ലാം ഞങ്ങളങ്ങ് ക്ഷമിച്ചേക്കാം. ഏതായാലും ഇത്രയും വർഷം കഴിഞ്ഞ് ഇനിയിപ്പം നിങ്ങൾ കുറ്റം ചെയ്തതാണെന്ന് പറഞ്ഞതുകൊണ്ട്, കുറ്റമേറ്റതുകൊണ്ടോ നിങ്ങളെ ജയിലിൽ വിട്ടതുകൊണ്ടോ ആർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ചാക്കോയുടെ കുടുംബത്തിനോ ആർക്കും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ദയവായി തിരിച്ചു വരിക. ഞങ്ങളുടെ ഈ പ്രശ്നം, നിരന്തരമായ ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിച്ചു തരിക.